Good morning, all of you. Today we are starting with the second module of fluid mechanics and hydraulics. The second module includes buoyancy and flotation. Buoyancy and flotation includes the topics of buoyant force, principles of flotation, stability of floating and submerged bodies, metacenter and metacentric height, analytical and experimental determination of metacentric height. And next topic, hydrodynamics. The method of describing fluid motions includes Lagrangian and Eulerian methods, and velocity and acceleration. And next one, types of fluids and description of fluid flow. That includes streamline, path line and streak lines. And last topic is continuity equation in 1, 2 and 3 dimensions. So moving to the first section. The first section is buoyancy and flotation. The topics includes in this categories buoyancy, the definition of buoyancy and definition of center of buoyancy, then metacenter and metacentric height, and fifth one, analytical method for determining metacentric height and experimental method for determining metacentric height, and conditions of equilibrium of a floating and submerged bodies. Okay, starting with buoyancy. The buoyancy is also known as buoyant force, and it defines when a body is immersed in a fluid, an upward force is exerted by the fluid on the body. This upward force is equal to the weight of the fluid displaced by the body and is equal to the force of buoyancy or simply buoyancy. ഇപ്പോൾ ബോയൻസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാട്ടർ ഉണ്ട്, ഒരു വാട്ടർ ബോഡി ഉണ്ട്. വാട്ടർ ബോഡിയിലോട്ട് വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ ആ ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഫ്ലൂയിഡ് ഒരു ഫോഴ്സ് ബോഡിയിലോട്ട് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഫ്ലൂയിഡ് ബോഡിയിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ബോയൻ ഫോഴ്സ് ഓർ ബോയൻസി. ഇനി ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ബോഡി ആൻഡ് ഈസ് കോൾഡ് ദ സെന്റർ ഓഫ് ബോയൻസി ആൻഡ് ഈസ് കോൾഡ് ദ ഫോഴ്സ് ഓഫ് ബോയൻസി. അപ്പോൾ ഈ ഒരു ബോഡി നമ്മൾ ഒരു വാട്ടർ ബോഡിയിലോട്ട് നമ്മൾ ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ആ ബോഡി വാട്ടർ ബോഡിയുടെ കുറച്ച് പോർഷൻ ഫ്ലോട്ടിംഗ് ആണെങ്കിൽ അല്ല ഇമേഴ്സ്ഡ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് എടുക്കുക, ഒരു കുറേ പോർഷൻസ് ഈ ഒരു ബോഡി ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ഈ ഒക്യുപ്പൈഡ് ചെയ്ത ഇത്രയും വോളിയം എന്ന് പറയുന്നത് അത്രയും വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയിപ്പോവും. അപ്പോൾ ആ ഡിസ്പ്ലേസ്ഡ് ആവുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആണ് ദിസ് ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി നമ്മൾ ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബോഡിയുടെ വെയിറ്റ് മൂലം ഈ വരുന്ന ഒബ്ജക്റ്റിന്റെ വെയിറ്റ് മൂലം ആ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ളൊരു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയിപ്പോൾ ആ ഡിസ്പ്ലേസ്ഡ് ആവുന്ന വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആണ് ദ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കൊരു ഷിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഷിപ്പിന്റെ റെഡ് റീജിയൻ എന്ന് പറയുന്നത് അത്ര ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ലിക്വിഡിൽ അല്ല ആ ഒരു വാട്ടർ ബോഡിയിൽ ഷിപ്പ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്പേസ് ആണ്. അപ്പോൾ ഇത്രയും ഷിപ്പ് ഒക്യുപ്പൈ ചെയ്തേക്ക് നമുക്കറിയാം ഒബ്വിയസ്ലി അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയി പോയിട്ടുണ്ട് ആ ഡിസ്പ്ലേസ്ഡ് ആവുന്ന വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആണ് ഈ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഡെൻസിറ്റി ആൻഡ് ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ബോയൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. എത്രമാത്രം ഫ്ലൂയിഡ് ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയിപ്പോയോ അത്രയും ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആണ് ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. In this diagram, the red area represents the volume of water that has been displaced by the ship. ഇനി നമുക്കറിയാം മാസ് എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു വി ആണ്. ദാറ്റ് ഈസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അങ്ങനെയാണ് മാസ് എടുക്കുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം കിട്ടും. അങ്ങനെയാണ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസിന്റെ ഫോർമുല റോ ഇൻറ്റു വി ഇൻറ്റു ജി ചെയ്യുമ്പം വെയിറ്റ് കിട്ടും. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കുക. വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല റോ ജി ഇൻറ്റു വി. റോ ജി എന്ന് പറയുന്നത് അതിന്റെ സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം നമ്മൾ ചെയ്യുമ്പം എവിടത്തെയാണോ ചെയ്യേണ്ട വോളിയം അവിടുത്തെ വോളിയം ചെയ്യുമ്പോഴത്തേക്ക് ആ പോർഷനിൽ വെയിറ്റ് കിട്ടും. അപ്പം നമുക്ക് നമ്മളുടെ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബോഡി, നമുക്കൊരു വാട്ടർ ബോഡി തന്നിട്ടുണ്ട്. ആ വാട്ടർ ബോഡിയിലോട്ടൊരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യും. അപ്പം നമ്മളുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ ആദ്യം നോട്ട് ചെയ്യുക. ദിസ് ഈസ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്
Okay, equilibrium condition എന്ന് പറഞ്ഞാൽ the weight of water displaced is equal to weight of object. അപ്പോൾ എത്രമാത്രം വെള്ളം ഡിസ്പ്ലേസ്ഡ് ആയി പോയിട്ടുണ്ട് അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആണ് ഈ ടോട്ടൽ ബോഡിയുടെ വെയിറ്റ്. വെള്ളത്തിലുള്ള മാത്രമല്ല ഈ ടോട്ടൽ ബോഡിയുടെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള വെയിറ്റ് ആണ് ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. വെയിറ്റ് അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ശ്രദ്ധിക്കുക. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഒബ്ജെക്ട്. ദെൻ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുന്ന് എത്രമാത്രം വെള്ളം ഡിസ്പ്ലേസ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്ന റോ ജി ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ കേസ് പറയുന്നതുകൊണ്ട് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അവിടുത്തെ എല്ലാം വാട്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് എല്ലാം കൊടുക്കുക. ദെൻ വെയിറ്റ് ഓഫ് ഒബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡെൻസിറ്റി ഓഫ് ഒബ്ജെക്റ്റ് ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഓഫ് ദി ഒബ്ജെക്റ്റ്. അപ്പോൾ അത് രണ്ട് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. രണ്ടും കൂടെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ 1ഉം 2ഉം കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഡെൻസിറ്റി ഇൻറ്റു വാട്ടർ ഇൻറ്റു ജി എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഒബ്ജെക്റ്റ് എന്ന് എടുക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണോ ചോദിച്ചിരിക്കുന്നത് ആ വാല്യൂസ് എല്ലാം ഇവിടെ നമുക്ക് പ്രോബ്ലമാറ്റിക് വ്യൂവിലാണ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ആ ചോദിച്ചിരിക്കുന്നെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഒബ്ജെക്റ്റ് ഡിവൈഡഡ് ബൈ റോ ഡബ്ല്യു ഇൻറ്റു ജി ഓർ ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ ആദ്യമേ നമുക്കൊരു പ്രോബ്ലം തരുമ്പോൾ നമുക്കൊരു ബോഡി തന്നിട്ടുണ്ട്. ബോഡിയുടെ വെയിറ്റ് ആദ്യമേ കണ്ടുപിടിക്കുക. ആ വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വെയിറ്റ് ഓഫ് വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ അറിയാം. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കിട്ടും. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് ടേം ഈ സെൻറ്റർ ഓഫ് ബോയൻസി. സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡി ഇമേഴ്സ് ചെയ്തു. അതൊരു ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിൽ ആദ്യം ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഫിഗറിനകത്ത് ആ ബ്ലൂ പോർഷൻ അത്രയുമാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും സെൻറ്റർ ഓഫ് ബോയൻസി. അല്ലെങ്കിൽ ആ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷനിലോട്ട് നമുക്കൊരു ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ആക്ട് ചെയ്യുന്ന ബോയൻ ഫോഴ്സിൻ്റെ പോയിന്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയും. ശ്രദ്ധിക്കുക, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ബോഡിയുടെ ഒരു എന്താ സെൻറ്റർ എന്ന് പറയുന്നതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. പക്ഷേ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ സെൻറ്ററിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ബോയൻസി. ഇനി സപ്പോസ് ഈ ഒരു ബോഡി നമ്മൾ ഫുള്ളി ഇമേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റർ ഓഫ് ബോയൻസി എന്തിന് ഈക്വൽ ആയിരിക്കും? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡെഫിനേഷൻ നോക്കിയാൽ ഇറ്റ് ഈസ് ദ സെൻട്രോയിഡ് ഓർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഇമേഴ്സ്ഡ് പാർട്ട് ഓഫ് എ ഷിപ്പ് ഓർ അതർ ഫ്ലോട്ടിംഗ് ബോഡി. ഇമേഴ്സ് പോർഷൻ്റെ മാത്രം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്കാണ് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. Or it is the point through which the center of buoyancy is supposed to act. അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ബോയൻസി. Or as the force of buoyancy is vertical force and is equal to the weight of the fluid displaced by the body, the center of buoyancy will be the center of gravity of the fluid displaced. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ വോളിയം ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആൻഡ് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ബോയൻസി ഫോർ എ വുഡൻ ബ്ലോക്ക് ഓഫ് വിഡ്ത്ത് 2.5 meter and depth 1.5 meter when it floats horizontally in water. The density of wooden block is given as 650 kg per meter cube and its length is 6 meter. അപ്പോൾ നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കുന്ന വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ പൊസിഷൻ ഓഫ് ബോയൻസിയും ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു വുഡൻ ബ്ലോക്ക് തന്നിട്ടുണ്ട്. വുഡൻ ബ്ലോക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 meter ആൻഡ് ഡെപ്ത് ഓഫ് വുഡൻ ബ്ലോക്ക് ഈസ് 1.5 meter. ആൻഡ് ലെങ്തും തന്നിട്ടുണ്ട് 6 meter. നമുക്ക് വിസിബിൾ അല്ല, സൈഡിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ അവിടെ നമുക്ക് അതിന്റെ ലെങ്ത് കിട്ടും. ആ ലെങ്ത് തന്നിരിക്കുന്ന വോളിയം കാണാനാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. അപ്പോൾ വോളിയം കാണാൻ വേണ്ടിയാണ് ലെങ്തും കൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഫ്ലോട്ടിംഗ് ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വെൻ ഈസ് ഫ്ലോട്ട്സ് ഹൊറിസോണ്ടലി ഇൻ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ബോഡി വരയ്ക്കുക. ഫ്ലോട്ടിംഗ് ബോഡി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം ഫ്ലോട്ടിംഗ് ബോഡി വരയ്ക്കുമ്പോൾ കുറച്ച് പോർഷൻ മുകളിൽ നിൽക്കും, കുറച്ച് പോർഷനെ താഴോട്ട് വരും. പക്ഷെ എത്രമാത്രം ഡെപ്ത് താഴോട്ട് വന്നാൽ നമുക്കറിയത്തില്ല. അപ്പോൾ അറിയാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു പോയിന്റിനെ എച്ച് എന്ന് ഡിനോട്ട് ചെയ്ത്,
കാരണം നമുക്ക് എച്ച് ഡിനോട്ട് ചെയ്യാൻ കാരണം എച്ച് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബോയൻസി. അപ്പോൾ ഈ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ സെന്ററിനെയാണ് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ആ സെന്റർ ഓഫ് ബോയൻസി ഏത് ഹൈറ്റിലാണ് ആക്ട് ചെയ്യുന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എച്ച് വാല്യൂ കണ്ടിട്ട് റെക്ടാങ്കുലർ ആയതുകൊണ്ട് എച്ചിന്റെ ഹാഫ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സെന്റർ ഓഫ് ബോയൻസി കിട്ടും. അപ്പോൾ ഈ ഒരു ബോഡി വരയ്ക്കുക. അതിന്റെ വിഡ്ത്ത് 2.5, ഡെപ്ത് 1.5. പിന്നെ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ഹൈറ്റ് എച്ച് ആണ്. നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ഉണ്ട്, സെന്റർ ഓഫ് ബോയൻസി ബി ഉണ്ട്. അപ്പോൾ ബിയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫോഴ്സ് ഓഫ് ബോയൻസി എഫ് ബി. സെന്റർ ഓഫ് ഗ്രാവിറ്റി നോർമൽ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ആ ബോഡിയുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യം നമുക്ക് ഫിഗറിൽ വരയ്ക്കാൻ പറ്റും. സൊല്യൂഷൻ വിഡ്ത്ത് 2.5 മീറ്റർ, ഡെപ്ത് 1.5 മീറ്റർ, ലെങ്ത് 6 മീറ്റർ. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ഒരു ബോഡിയുടെ ഡെൻസിറ്റിയും കൂടെ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ആ ബോഡിയുടെ വെയിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ വുഡൻ ബ്ലോക്കിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ റോ ജി ഇൻറ്റു വോളിയം. വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. അപ്പോൾ ഇവിടെ വോളിയം നമുക്ക് കിട്ടും. പിന്നെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് വെയിറ്റ് ഓഫ് ദി ബ്ലോക്ക്. നമ്മുടെ കണ്ടീഷൻ എന്താ? ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ ഇക്വിലിബ്രിയം ദ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി വുഡൻ ബ്ലോക്ക്. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വുഡൻ ബ്ലോക്ക് ആണ്. അപ്പോൾ നമുക്കതിന് ഓൾറെഡി വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്തായിരിക്കും? റോ ജി ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അങ്ങനെയാണ് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തോ കിട്ടി? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്ട് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. ആ ഫോമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഈ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡിന് ഈക്വൽ ആയിരിക്കും വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ ആ വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ ഇക്വേറ്റ് എഴുതി ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്ന റോ ഓഫ് വാട്ടർ ദാറ്റ് ഈസ് 1000 ഇൻറ്റു 9.81. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കിട്ടി വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. സിമ്പിൾ ആണ്. രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇക്വിലിബ്രിയം കണ്ടീഷൻ ആദ്യമേ എടുക്കുക. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി വുഡൻ ബ്ലോക്ക്. വെയിറ്റ് ഓഫ് ദ വുഡൻ ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ റോ ജി ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ റോ ജി ഡിനോമിനേറ്ററിൽ വരും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബോയൻസി. അപ്പോൾ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബോയൻസി കണ്ടുപിടിക്കാനാണ് എത്രമാത്രം ഡെപ്തിലാണ് ഈ ബോഡി ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് നമുക്കൊരു കണ്ടീഷൻ എടുക്കാൻ പറ്റും. വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ. ഈ വാട്ടറിലുള്ള വോളിയം ഓഫ് വുഡൻ ബ്ലോക്കിന് ഈക്വൽ ആയിരിക്കും വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണല്ലോ. ഇത്രയും വാട്ടറിന്റെ ഇത്രയും പോർഷനാണ് ഈ ഒരു വുഡൻ ബ്ലോക്ക് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും പോർഷനിലെ വാട്ടർ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെയിറ്റ് അല്ല വോളിയമാണ് രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്ന വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ എന്ന് എടുക്കാം. അതിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. 6 മീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 മീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഹൈറ്റ് വാട്ടറിനകത്തുള്ള ഹൈറ്റ് എച്ച് ആണ്. അത് നമുക്ക് അൺനോൺ ആണ്. അത് എച്ച് ആയിട്ട് തന്നെ എഴുതുക. അപ്പോൾ വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് എന്ന് പറയുന്നത് 2.5 ഇൻറ്റു എച്ച് ഇൻറ്റു 6 ഈക്വൽ ടു 14.625 നമുക്ക് കിട്ടും. ഇനി അതുമായിട്ട് എന്തിന് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇവിടെ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് 14.625. അതുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എച്ച്. അപ്പോൾ എച്ച് കണ്ടുപിടിക്കുക. എച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ 0.975. അപ്പോൾ ടോട്ടൽ എച്ചിൻ്റെ വാല്യൂ 0.975 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കുക. h/2 ആണ് സെൻറ്റർ ഓഫ് ബോയൻസി. അത് ബോട്ടത്തിൽ നിന്നും ബേസിൽ നിന്നും അതിൻ്റെ ഹാഫ് 0.4875 പോയിന്റിലായിട്ടാണ് സെൻറ്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആൻഡ് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ബോയൻസി. ഇനി ജസ്റ്റ് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ബോയൻസി മാത്രം ചോദിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിവിടെ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാതെ ഇരിക്കാൻ, ചോദിച്ചില്ലെങ്കിലും നമുക്ക് ആദ്യമേ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ സെൻറ്റർ ഓഫ് ബോയൻസി ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റൂ.
And next problem, a stone weighs 392.4 Newton in air and 196.2 Newton in water. Compute the volume of stone and its specific gravity. ഓക്കെ, അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു സ്റ്റോണിൻ്റെ എയറിലുള്ള വെയിറ്റ് 392ഉം ആ സ്റ്റോണിൻ്റെ വാട്ടറിലുള്ള വെയിറ്റ് 196ഉം ആണ്. അപ്പം ഇവിടെ നമ്മൾ ഡെൻസിറ്റി ഒന്നും എടുത്തിട്ടില്ല, ഫ്രീ എയറിനകത്തുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, വാട്ടറിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് വോളിയം ഓഫ് സ്റ്റോണും ആ സ്റ്റോണിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് പുതിയൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഈ ഒരു രണ്ടാമത്തെ ഇക്വിലിബ്രിയം കണ്ടീഷനായിട്ട് ഇത് നോട്ട് ചെയ്യാം. ഇവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പം എല്ലാം ശ്രദ്ധിക്കുക, എല്ലാം വെയിറ്റിലാണ് പറയുന്നത്. വെയിറ്റ് ഇൻ എയറിൻ്റെയും വെയിറ്റ് ഇൻ സ്റ്റോണിൻ്റെയും ഡിഫറൻസ് ആണ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ നെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ സ്റ്റോൺ, വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ വാട്ടർ ആണ് അതിൻ്റെ നെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ആ വെയിറ്റിന് ഈക്വൽ ആയിട്ടായിരിക്കും വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് തന്നിട്ടുണ്ട് എയറിൻ്റെ വെയിറ്റ് 392.4, വാട്ടറിൻ്റെ വെയിറ്റ് 196. അപ്പോൾ നമുക്കത് ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്കും 196 തന്നെ കിട്ടും. ദാറ്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എങ്ങനെ എഴുതാൻ പറ്റും? സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഏത് ചോദിച്ചാലും ആദ്യമേ എന്ത് കണ്ടുപിടിക്കുക? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ ഈ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്തിന് ഈക്വൽ ആയിരിക്കും? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ടു വോളിയം ഓഫ് സ്റ്റോൺ. നമ്മളുടെ ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടീഷൻ പറഞ്ഞല്ലോ, ദ വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പറയാം വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്റ്റോൺ. ഒന്നുകൂടെ കൺഫ്യൂഷൻ ആവരുത്, വെയിറ്റിൻ്റെ കേസാണ്. വെയിറ്റ് മൈനസ് വെയിറ്റ് ഓഫ് എയർ മൈനസ് വെയിറ്റ് ഇൻ സ്റ്റോൺ ഇൻ വാട്ടർ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് നമ്മൾ വോളിയത്തിൻ്റെ ടൈമിലോട്ട് മാറ്റി ρg ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ദെൻ വി ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ദിസ് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്റ്റോൺ. അപ്പോൾ ആ ഇരിക്കുന്ന നേരത്തെ ഈ ഷിപ്പിൻ്റെ ഒക്കെ കേസ് പറഞ്ഞ പോലെ എത്ര പ്ലേസിലാണോ ആ ഒരു വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു വെയിറ്റിന് ഈക്വൽ, ഈ ഒരു വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഇനി വോളിയം ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് 2 × 10⁴ ആയിട്ട് നമുക്ക് എഴുതി. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോർമുല എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വെയിറ്റ് ഈസ് ഈക്വൽ ടു m × g ആണ്. അപ്പം മാസ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് വെയിറ്റ് ബൈ g ആണ്. വെയിറ്റ് നമ്മളുടെ തന്നിട്ടുണ്ട്, എയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എയറിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ g ചെയ്യുമ്പോൾ മാസ് ഓഫ് സ്റ്റോൺ ഇൻ എയർ കിട്ടും 40 kN. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കാണും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ബൈ നമുക്ക് വോളിയം ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് വോളിയം ഓഫ് സ്റ്റോൺ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ കിട്ടും. ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. മാസ് ബൈ വോളിയം കിട്ടുമ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ കിട്ടും, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ നമുക്ക് കിട്ടും. ഓക്കെ, ഇതുപോലത്താണ് അടുത്തൊരു ക്വസ്റ്റ്യനും. എ ബോഡി ഓഫ് ഡയമെൻഷൻ, ഒരു ബോഡിയുടെ ഡയമെൻഷൻ മൊത്തം തന്നിട്ടുണ്ട്. 1.5, 1, 2 മീറ്റർ. റെക്ടാങ്കുലർ ബോഡിയാണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1962 ന്യൂട്ടൺ ഇൻ വാട്ടറിൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വെയിറ്റ് ഇൻ എയർ, എയറിലെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഫൈൻഡ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം ഓഫ് ബോഡി നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, അപ്പോൾ ആ ബോഡിയുടെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ തന്നിരിക്കുന്നത് വെയിറ്റ് ഓഫ് ദി ബോഡി ഇൻ വാട്ടർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ടീഷൻ എന്താ? വോളിയം ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ബോഡി എന്ന് എഴുതാം. വോളിയം ഓഫ് ബോഡി കണ്ടുപിടിച്ചുകൊണ്ട് അത് തന്നെ ആയിരിക്കും വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ 3 m³ ആണ്. ഇനി ദെൻ വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ 1000 × 9.81 × 3. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ വാട്ടർ.
ഇപ്പോൾ എയറിൻ്റെ വെയിറ്റ് നമുക്ക് എന്ന് വെച്ചാൽ തിരിച്ച് നോക്കിയാൽ മതി. വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ദി വാട്ടർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അതൊന്ന് റീഅറേഞ്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ എയർ എന്ന് പറയുന്ന W എയർ ഇട്ടു മൈനസ് വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഇവിടെ നമുക്ക് കിട്ടി വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് equal to weight in water. Weight in water ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. Then find weight of body in air. അപ്പോൾ weight of body in air കിട്ടിക്കഴിഞ്ഞാൽ മാസ് എന്ന് പറയുന്നത് weight in air divided by G ആണ്. അത് കഴിയുമ്പോൾ മാസ് കിട്ടും. മാസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കാണാം, മാസ് ബൈ വോളിയം. അപ്പോൾ ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയും കിട്ടും. ഒരു സ്പെഷ്യൽ കേസായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക ഈ എയറിൻ്റെയും വാട്ടറിൻ്റെയും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പേ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ചെറിയൊരു കോംപ്ലിക്കേഷൻ ഒക്കെ ഇവിടെ വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. അതൊന്ന് ഈ രീതിയിൽ തന്നെ രണ്ടും അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ നമുക്ക് ചെറിയ മാർക്കിനെ ചോദിക്കത്തുള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ പോകുന്ന മെറ്റാ സെൻറ്ററിൻ്റെ ഒക്കെ പ്രോബ്ലം ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഡെൻസിറ്റി ഓഫ് എ മെറ്റാലിക് ബോഡി വിച്ച് ഫ്ലോട്ട്സ് at the interface of mercury of specific gravity 13.6 and water such that the 40% of its volume is submerged in the mercury and 60% in water. ഓക്കെ, നമുക്കിവിടെ ഒരു ബോഡി തന്നിട്ടുണ്ട്. അതൊരു സിംഗിൾ ബോഡിയാണ്, ഒരു മെറ്റാലിക് ബോഡിയാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആ മെറ്റാലിക് ബോഡിയുടെ ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ കേസ് എന്ന് പറയുന്നത് ആ മെറ്റാലിക് ബോഡിയുടെ കുറച്ച് പോർഷൻ മെർക്കറിയിലുമാണ്, കുറച്ച് പോർഷൻ വാട്ടറിലുമാണ്. അറൗണ്ട് 40% ഓഫ് മെറ്റാലിക് ബോഡി മെർക്കുറിയിലും ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. 60% ഓഫ് മെറ്റാലിക് ബോഡി വാട്ടറിലും ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളി ഇമേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം നോക്കാം. ദ വോളിയം ഓഫ് ബോഡി സബ്മർജ്ഡ് ഇൻ മെർക്കുറി. മെർക്കുറി ടോട്ടലിൻ്റെ 40% ആണ്. അപ്പോൾ 0.4 V മീറ്റർ ക്യൂബ് ആണ് ഇവിടെ വോളിയം ഓഫ് ബോഡി സബ്മർജ്ഡ് ഇൻ മെർക്കുറി. അതുപോലെ ദ വോളിയം ഓഫ് ബോഡി സബ്മർജ്ഡ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് 60 ടോട്ടൽ വോളിയത്തിൻ്റെ 60% ആണ്. അപ്പോൾ 60/100 ഇൻറ്റു അതിൻ്റെ ടോട്ടൽ വോളിയം ഓഫ് ദി ബോഡി. അപ്പോൾ അത് 0.6 ആണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇതാണ് നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും. അപ്പോൾ നോക്കിയാൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇങ്ങനെ ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡിക്ക് ഈക്വൽ ആണ്. ഇനി ഈ ബോയൻ ഫോഴ്സ് തന്നെ നമുക്ക് രണ്ടായിട്ടിരിക്കാം. മെർക്കുറി മൂലം ഒരു ബോയൻ ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, വാട്ടർ മൂലം ഒരു ബോയൻ ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ദ ടോട്ടൽ ബോയൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് ഓഫ് ബോയൻസി ഡ്യൂ ടു വാട്ടർ പ്ലസ് ഫോഴ്സ് ഓഫ് ബോയൻസി ഡ്യൂ ടു മെർക്കുറി. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ദ ഫോഴ്സ് ഓഫ് ബോയൻസി ഡ്യൂ ടു വാട്ടർ, വാട്ടർ മൂലമുള്ള ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? ദ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദി ബോഡി. എത്രമാത്രം വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട് അതാണ് ഫോഴ്സ് ഓഫ് ബോയൻസി ഡ്യൂ ടു വാട്ടർ. വെയിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ρg ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പോൾ റോ അറിയാം, ജി അറിയാം, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ടോട്ടൽ വോളിയത്തിൻ്റെ 0.6 ആണ്. അപ്പോൾ അത് അത്രയും നോട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ആൻഡ് സെക്കൻഡ് കേസ് വെയിറ്റ് ഓഫ് മെർക്കുറി ഡിസ്പ്ലേസ്ഡ് ബൈ ദി ബോഡിയാണ്. അപ്പോൾ അത് നമുക്കറിയാം റോ ഇൻറ്റു ജി. അപ്പോൾ റോ ഡെൻസിറ്റി 13.6 ഇൻറ്റു 1000 ആണ്, ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഓഫ് ബോഡി ഇൻ മെർക്കുറി. മെർക്കുറിയിലുള്ള പോർഷൻ നമുക്കറിയാം 0.4 ഓഫ് ടോട്ടൽ വോളിയം. അത് രണ്ടും നമ്മൾ എഴുതി. ദെൻ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? density of the body into G into volume of the body. അപ്പോൾ rho into G into volume of the body. That is equal to the total buoyant force. അപ്പോൾ ഈ ടോട്ടൽ buoyant force എന്ന് പറയുന്നത് വാട്ടർ മൂലമുള്ള ബോയൻ ഫോഴ്സും മെർക്കുറി മൂലമുള്ള ബോയൻ ഫോഴ്സും ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി റോ ജി ഇൻറ്റു വി. അപ്പോൾ നമുക്ക് അപ്പം ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡെൻസിറ്റി ഓഫ് ദി മെറ്റാലിക് ബോഡിയാണ്. അതിവിടെ അൺനോൺ ആണ്. ബാക്കി വാല്യൂസ് എല്ലാം അറിയാം. വി ക്യാൻസൽ ആയിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് ദ ഡെൻസിറ്റി ഓഫ് ബോഡി 6040 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മെറ്റാലിക് ബോഡി ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ഡെൻസിറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ്റെ ബോയൻസിയുടെ സെൻറ്റർ ഓഫ് ബോയൻസിയും ബോയൻ ഫോഴ്സിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്ക് മെറ്റാ സെൻറ്റർ ആണ്. മെറ്റാ സെൻറ്റർ ഹൈറ്റ് ആണ്. അത് ഞാൻ അടുത്ത വീഡിയോ ലെക്ചറിൽ ഇടാം. അപ്പോൾ താങ്ക് യു.